നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് ഉണ്ണിക്കണ്ണൻ. ഒടുവിൽ ഈ ഉണ്ണിക്കണ്ണന് നിലച്ച വണ്ടി കിട്ടിയിരിക്കുന്നു. നീണ്ട കാത്തിരിപ്പിനും യാത്രയ്ക്കും ഒടുവിൽ ഉണ്ണിക്കണ്ണൻ തന്റെ ആരാധനാപാത്രമായ സൂപ്പർ താരം വിജയിയെ നേരിട്ട് കണ്ടിരിക്കുകയാണ്. കഴുത്തിൽ വിജയിയുടെ ചിത്രവും തൂക്കി പ്ലക്കാർഡുമായി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വിജയിയെ കാണാനായി നടക്കുന്ന ഉണ്ണിക്കണ്ണൻ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആദ്യമൊക്കെ ഇയാൾക്കെതിരെ പരിഹാസമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ തന്റെ അടങ്ങാത്ത ആഗ്രഹം ഓരോ തവണയും അറിയിച്ച ഈ സോഷ്യൽ മീഡിയയോടെ തന്നെ പ്രിയങ്കരനാവുകയായിരുന്നു ഉണ്ണിക്കണ്ണൻ. തന്റെ ആഗ്രഹം നിറവേറ്റാൻ ഏതറ്റം വരെ പോകുമെന്ന നിലപാടായിരുന്നു ഉണ്ണിക്കണ്ണൻ സ്വീകരിച്ചിരുന്നത്. ആ ഒരു ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വിജയ് ആരാധനയുടെ പേരിൽ വാർത്തകളിൽ ചുരുങ്ങിയ നേരം കൊണ്ടാണ് ഇയാൾ ഇടം നേടിയത്. പലരും ഉണ്ണിക്കണ്ണനെ ഇതിന്റെ പേരിൽ പരിഹസിക്കുകയും ആക്രമിക്കുകയും വരെ ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെ കളിയാക്കിയവരെ കൊണ്ട് പോലും കൈയടിപ്പിച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണൻ തന്റെ സ്വപ്നത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. യാത്ര പുറപ്പെട്ട 35-ാം ദിവസമാണ് ഉണ്ണിക്കണ്ണന് വിജയെ കാണാൻ സാധിച്ചിരിക്കുന്നത്. തന്റെ അണ്ണനെ കണ്ടതിനെ കുറിച്ച് വാചാലനാവുകയും ചെയ്തു ഉണ്ണിക്കണ്ണൻ. ലൊക്കേഷനിൽ എത്തിയപ്പോൾ ആദ്യം വന്ന് സംസാരിച്ചത് നിർമ്മാതാവാണ്. കാത്തിരിക്കൂ സാർ, ഷൂട്ടിലാണ് എന്നാണ് പറഞ്ഞത്. എല്ലാവരും വന്ന് സംസാരിച്ചു, ചായ തന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ നിമിഷം വന്നെത്തി. നിർമ്മാതാവ് വന്ന് തന്നെ വിളിച്ചു കൊണ്ടുപോയി. ഷൂട്ടിന്റെ ഇടയിൽ നിന്നും വിജയ് വന്നു. നമ്മുടെയൊക്കെ ഏട്ടനായി കണ്ട മനുഷ്യൻ നടന്നു വരികയാണ് എന്നാണ് ഉണ്ണിക്കണ്ണൻ പറഞ്ഞത്. സ്വന്തം ഏട്ടനെ പോലെ തോളിൽ കൈയിട്ട് എന്തിനാ ഉണ്ണിക്കണ്ണ കരയുന്നത് എന്ന് ചോദിച്ചു. തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് വിജയ് അണ്ണൻ ആണെന്നാണ് ഉണ്ണിക്കണ്ണൻ പറഞ്ഞത്. തന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് കാരവനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആദ്യം തന്നോട് കയറാൻ പറഞ്ഞു. കാരവനിൽ ഞാനും വിജയ് അണ്ണനും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തിനാ ഉണ്ണിക്കണ്ണ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിജയ് അണ്ണൻ ചോദിച്ചു. കണ്ണ് കലങ്ങിയിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ആരാ ഏട്ടാ എന്ന ആ ഒരു സ്ഥിരം ഡയലോഗ് തന്നെയാണ് ഉണ്ണിക്കണ്ണൻ ചോദിച്ചതെന്ന് പറയുന്നു. പല പ്രാവശ്യം കാണാൻ ശ്രമിച്ചുവെന്ന് താൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന വിജയ് പറഞ്ഞു. ദൈവത്തെ ഞാൻ കണ്ടു, വിജയ് അണ്ണനെ കണ്ടു എന്നായിരുന്നു പിന്നീടുള്ള മറുപടി. തന്റെ മുടി വളർത്തിയതിനെ പറ്റിയും സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹത്തെ പറ്റിയും ഒക്കെ പറഞ്ഞിരുന്നു. സംവിധായകനോടും നിർമ്മാതാവിനോടും പറയാമെന്ന് വിജയ് പറഞ്ഞതായി ഉണ്ണിക്കണ്ണൻ പറഞ്ഞു. ജീവിതത്തിൽ വളരെയധികം സന്തോഷം തോന്നിയ നിമിഷമാണെന്നും ഉണ്ണിക്കണ്ണൻ പറയുകയാണ്. എന്തായാലും ആദ്യമൊക്കെ പരിഹാസം ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഹാപ്പിയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ച ഉണ്ടാകുമ്പോൾ ഓർക്കുക ഉണ്ണിക്കണ്ണൻ എന്ന 4-ാം ക്ലാസ്സുകാരന്റെ ഈ ഒരു യാത്രയെ. നിലച്ച വണ്ടി കിട്ടി എന്നാണ് താരം ഇപ്പോൾ പറയുന്നത്. വിജയ് തന്നോട് 10 മിനിറ്റ് നേരം സംസാരിച്ചുവെന്നും തനിക്ക് കഴിക്കാൻ ആപ്പിളും ബിസ്ക്കറ്റും ഒക്കെ തന്നുവെന്നും ഉണ്ണിക്കണ്ണൻ പറയുന്നുണ്ട്. വിജയ്ക്കൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. ഈ ഫോട്ടോ കാണാനായി കാത്തിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ. ഒടുവിൽ ആ ഒരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് വിജയ്ക്കൊപ്പമുള്ള തന്റെ ചിത്രം ഉണ്ണിക്കണ്ണൻ പങ്കുവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഇത് ഉണ്ണിക്കണ്ണന്റെ വിജയം. ആ 4-ാം ക്ലാസ്സുകാരൻ അവന്റെ ലക്ഷ്യം പൂർത്തിയാക്കി കേരളം കാത്തിരുന്ന ദിവസം. ഒരുപാട് തെറിവിളികളും അപമാനവും നേരിട്ട് അവസാനം ആ ആഗ്രഹം നടന്നു. ആഗ്രഹിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്ന് ഒരു 4-ാം ക്ലാസ്സുകാരൻ തെളിയിച്ചു. കളിയാക്കിയവരുടെ കിളി പോയിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിറയുന്നത്. കമന്റ് ചെയ്ത സിനിമാ താരങ്ങളും എത്തിയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണന്റെ നേട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ കളിയാക്കിയവർ പോലും കൈയടിച്ചു കൊണ്ടിരിക്കുകയാണ്.